അതിനകത്ത് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്നോട് മോശമായ രീതിയിൽ ആരെങ്കിലും അവരെ ഇവർക്ക് എങ്ങനെ സജിനയെ കുറിച്ചാണത് ചിരിച്ച് ഇത്ര ഇതായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഡിവോഴ്സിന്റെ ഇത്, അതായത് കുറ്റം പോലെ എന്ന് വെച്ചാൽ അവള് കരഞ്ഞോണ്ട് വരണമെന്നുള്ളത്. സജന അതിനകത്ത് പറയുന്നത് ആ വീട് വിൽക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്താണ് ഫിറോസിന്റെ ഒരു കാഴ്ചപ്പാട്? മക്കളെ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു? ഇപ്പൊ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ? എന്തിനാണ് പിന്നെ ചില പേരുകൾ ഇതിനകത്തേക്ക് കയറി വരുന്നത്? ഒന്ന് താഴെ വീണപ്പോൾ കൈപിടിച്ച് ഉയർത്തിയ ഒരു പേര് പറയുകയാണെങ്കിൽ ആരെ പറയാൻ പറ്റും? താഴെ വീണപ്പോൾ തംബ്നെയില് പോലും ഇട്ട് തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ തുടങ്ങിയാലും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്കൊക്കെ വേണ്ട ഒരു കോമൺ ഫാക്റ്റ് ഉണ്ട്, എത്തിക്സ് എന്ന് പറഞ്ഞിട്ട്. മനുഷ്യന്റെ ഹൃദയത്തെ എടുത്തിട്ട് നമുക്ക് കീറി മുറിച്ച് കളിച്ച് കാശുണ്ടാക്കുന്നത് ഒരു നല്ല നടപടിയല്ല. ബിഗ് ബോസിലുണ്ടായ ഏറ്റവും വിഷമമുള്ള ഒരു അനുഭവം ഇപ്പോഴും മനസ്സിൽ ഓർത്തെടുക്കാൻ പറഞ്ഞ ഏതനുഭവമായിരിക്കും? അവിടെ ഉള്ളവരുമായിട്ട് ഇപ്പോഴും അന്നുണ്ടായിരുന്ന സീസണിലുള്ളവർ ഇപ്പോഴും സൗഹൃദം? അതിനകത്ത് ഇപ്പോഴും സൗഹൃദം സൂക്ഷിക്കുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നീതൂസ് അക്കാദമി, India's #1 language academy. അല്ല, സജന ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങി. യൂട്യൂബ് ചാനൽ സജന നൂറ എന്നാണ്. നൂറ എന്ന് പ്രകാശമാണ് അർത്ഥം അല്ലെ? അങ്ങനെ സജന പ്രകാശിക്കട്ടെ. എല്ലാ ആഗ്രഹം തന്നെയാണ്. തീർച്ചയായിട്ടും പ്രകാശിച്ചു പോകുക എന്നുള്ളത് തന്നെയാണ് 100%. അതെ, പ്രകാശിക്കട്ടെ. സജന അതിനകത്ത് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്നോട് മോശമായ രീതിയിൽ ആരെങ്കിലും അവരെ തുറന്നു കാണിക്കാൻ എനിക്കൊരു മാധ്യമമാണെന്ന് പറഞ്ഞു. അത് ഭയങ്കര തന്റെ അടുത്തുള്ള സജന. തീർച്ചയായും നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും നല്ലൊരു, നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അത് നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് പെൺകുട്ടികൾ പ്രതികരിക്കണം, അങ്ങനെ മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ പ്രതികരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഇതും. നല്ലത് തന്നെയാണ്, എല്ലാം നല്ലതായിട്ട് തന്നെ വരട്ടെ. ഇവിടെ എല്ലാം നല്ലതായിട്ട് ഭവിക്കണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കും. പക്ഷെ ഫിറോസിനെ സംബന്ധിച്ചുള്ള മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു പോകുന്ന ഒരു യാത്രയാണ് ഇപ്പം പറഞ്ഞ. സത്യത്തിൽ ഇപ്പോഴെന്നുള്ളതല്ല, നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങളല്ലല്ലോ, പല കാര്യങ്ങളാണ്, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ പല ദുഃഖങ്ങളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പല ദുഃഖങ്ങൾ. ഇത് ഞാൻ മാത്രമായിരിക്കില്ല, ഹൈദർജി. ഞാൻ ഫിറോസിനെ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ദുഃഖത്തോടുകൂടി ഇന്റർവ്യൂ ചെയ്യുന്നു. അതെ, എനിക്ക് എന്റെ മനസ്സിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ട്, ഉറപ്പായിട്ട്. ഹൈദർജിക്കുണ്ടാവും, ഈ ക്യാമറക്കാർക്കുണ്ടാവും, കാണുന്ന പ്രേക്ഷകർക്ക് പല ദുഃഖങ്ങളാണ്. ഒരെണ്ണം മാത്രമല്ല, അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ സാഹചര്യത്തിന് ബന്ധപ്പെട്ടുള്ള ദുഃഖങ്ങൾ ഓരോരുത്തർക്കും. അല്ല, നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു 3-4 കാര്യങ്ങളൊന്നും അല്ല. സാമ്പത്തികം പറയും, അല്ലെങ്കിൽ ഡിവോഴ്സ്, ഇങ്ങനെയുള്ള 3-4 അതൊന്നുമല്ല. നമുക്കൊന്നും മനസ്സിലാക്കാത്തതിനപ്പുറം പല കാര്യങ്ങളുമാണ് ദുഃഖങ്ങൾ. അത് അവരവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദുഃഖങ്ങളില്ലാത്തവരില്ല. ദുഃഖങ്ങൾ വേണം ആക്ച്വലി, എന്നാലേ നമ്മൾ കൂടുതൽ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്ത് നല്ല സന്തോഷമായിട്ടിരുന്നൊരു കാര്യമില്ല. ആ ദുഃഖങ്ങൾ മറികടക്കാൻ. അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, ആ ദുഃഖങ്ങൾ അങ്ങനെ നിൽക്കുമ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ചു കാണിക്കാൻ പറ്റുക, മറ്റുള്ളവരുടെ അടുത്ത് നമ്മളൊന്ന് സന്തോഷത്തോടെ, ഒരു ചിരിച്ച മുഖമാണല്ലോ എല്ലാവർക്കും ഇഷ്ടം, ആ ചിരിച്ചു കാണിക്കാൻ പറ്റുന്നത് ഒരു ക്വാളിറ്റി ആയിട്ടല്ലേ. ഞാൻ ഇവിടുന്ന് കരഞ്ഞ് ദുഃഖിപ്പിച്ച് നിങ്ങളെ കൂടെ ദുഃഖിപ്പിച്ച് നിങ്ങളുടെ ദുഃഖം വേറെ, എന്റെ അതിനേക്കാൾ എത്രയോ നല്ലതാണ്, നല്ല പോസിറ്റീവ് ആയിട്ട് പോകണം. അത്രേ ഉള്ളൂ. അപ്പൊ ആ ചിരിക്കുന്നിടത്താണ്. ഇപ്പൊ സജനെ പോലും അവള് ചിരിച്ചിരിക്കുന്നത് കാണുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം, മനസ്സിലായ? അപ്പോൾ അവൾ ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്. അവൾക്കും ആക്ച്വലി അവളുടെ ഉള്ളിലും ദുഃഖങ്ങൾ എന്തായാലും ഉണ്ടാവും. പക്ഷെ അവൾ ചിരിക്കുമ്പോൾ നമ്മൾ കൈയടിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഞാൻ ചില കമന്റുകൾ വായിക്കുന്നത് നമുക്കത് ഒരു ബുദ്ധിമുട്ട്. ഞാൻ ആക്ച്വലി കമന്റുകൾ വായിക്കാത്തത് കാണും. പക്ഷെ എന്റെ ഞാൻ വായിക്കാറേ ഇല്ല. കാരണം ആ കമന്റ് എഴുതുന്നവരെ കുറിച്ചുള്ള മാനസികാവസ്ഥ ഞാൻ ഓൾറെഡി പല ഇന്റർവ്യൂവിലും പറയുന്നില്ല. ഈ ചില കമന്റുകളൊക്കെ നമ്മുടെ ചില സുഹൃത്തുക്കൾ റൗണ്ട് ചെയ്ത് മാത്രമൊക്കെ ഇട്ടിട്ട് എനിക്ക് അയച്ചു തരും. അങ്ങനെയാണ് ചില കമന്റുകൾ വായിച്ചു പോകുന്നത്. അപ്പൊ അതില് ഒരു കമന്റിൽ ഇതാണ്, പിന്നെ ഇവർക്ക് എങ്ങനെ സജിനയെ കുറിച്ചാണത് ചിരിച്ച് ഇത്ര ഇതായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഡിവോഴ്സിന്റെ ഇത്, അതായത് കുറ്റം പോലെ എന്ന് വെച്ചാൽ അവള് കരഞ്ഞോണ്ട് വരണമെന്നുള്ളത്. അല്ല, സജന ചിരിച്ചിരിക്കണ കാണുമ്പോ
അപ്പം ഞാൻ പറഞ്ഞത് അദ്ദേഹം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോഴല്ലേ സത്യത്തിൽ ആൾക്കാർ നല്ല വ്യക്തികളാണെങ്കിൽ, ഞാനൊക്കെ അങ്ങനെയാണ്, നമ്മളൊരു കമന്റ് എഴുതണമെങ്കിൽ നമ്മുടെ ക്വാളിറ്റി അതിനകത്ത് വരുമല്ലേ. നമ്മുടെ വ്യക്തിത്വമാണ് ഒരു കമന്റ് നമ്മൾ എഴുതുന്നത്, അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഒരാൾ ചിരിച്ചങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ അയാൾ അപ്രിഷ്യേറ്റ് ചെയ്യാണ് വേണ്ടത്. ഒരാൾ കരയുന്നതിനേക്കാൾ ഉപരി അയാളുടെ ദുഃഖങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ട് അദ്ദേഹത്തിന് ചിരിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും വലിയൊരു ക്വാളിറ്റി തന്നെയാണത്. മനസ്സിലായോ? അവിടെ ഒരു പോസിറ്റീവ് എനർജിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. കരയുന്നിടത്ത് നെഗറ്റീവ് എനർജിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, ചിരിക്കുന്നിടത്ത് പോസിറ്റീവ് എനർജിയാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ അപ്രിഷ്യേറ്റ് ചെയ്യാണ് വേണ്ടത്. അതെ. ഈ പറഞ്ഞ പോലെ ഒരു വീട് നിങ്ങൾ വീട് വെച്ചത് എനിക്ക് തോന്നുന്നു രണ്ടുപേരുടെയും പൈസ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. രണ്ടുപേരുടെയും പൈസ ഉണ്ട്. സജനയും അത് പറഞ്ഞിട്ടുണ്ട്, ഫിറോസും അത് തിരുത്തുന്നു. രണ്ടുപേരുടെയും അധ്വാനത്തിന്റെ പൈസയാണ്. സജന അതിനകത്ത് പറയുന്നത് ആ വീട് വിൽക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെന്ന്. എന്താണ് ഫിറോസിന്റെ ഒരു കാഴ്ചപ്പാട്? തീർച്ചയായും ആ വീട് വിൽക്കണമെന്ന് അദ്ദേഹത്തിന്റെ മാത്രം തീരുമാനമല്ല, ഞങ്ങൾ രണ്ടുപേരും എടുത്ത തീരുമാനങ്ങളാണ്. അത്തരം കാര്യങ്ങളെല്ലാം ഇന്നലെ വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേർക്കും തന്നെയാണ് തീരുമാനം എടുത്തത്. ഒറ്റയ്ക്കുള്ളൊരു തീരുമാനമൊന്നുമില്ല. അപ്പോൾ അത് വിൽക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അതിൽ ഈ പറഞ്ഞതുപോലെ അതിനകത്ത് കുറച്ച് ബേർഡൻസ് ഉണ്ട്. നമുക്ക് കുറച്ച് പിന്നെ ബാങ്കിൽ നിന്നൊക്കെ ലോണൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ അതുമൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്ത് അത് തീർക്കണം. പിന്നെ അതിനകത്തുള്ള ബാക്കി ക്യാഷ് ഈ പറഞ്ഞ കണക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടുപേരുടേതായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള അത് ഇപ്പോൾ ഒന്നിച്ചിനി എന്തായാലും അതിൽ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി വെച്ച വീടല്ലേ അത്. അപ്പോൾ അത് ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി വെച്ച വീടാണത്. ആ വീട് വെച്ചിട്ട് ഒത്തിരി താമസിക്കാൻ പോലും പറ്റില്ല. കുറച്ച് ദിവസങ്ങളെ അതിൻ്റെ ഒരു ഫുൾ ഫില്ലിൽ നമുക്ക് താമസിക്കും. കാരണം ഒരുപാട് ഒത്തിരി സ്വപ്നം മാത്രമല്ല, വീട് ആക്ച്വലി ഭയങ്കര അതിൻ്റെ കോൺസെപ്റ്റ് കംപ്ലീറ്റ് എൻ്റെതായിരുന്നു. അതിനെല്ലാം സജന സപ്പോർട്ട് വരുന്നത്. അതാണ് എൻ്റെ മെയിൻ പോയിന്റ്. അതായത് ഇതുവരെയ്ക്കും നിങ്ങൾ കാണാത്ത തരം ഒരുപാട് വിചിത്ര സംഭവങ്ങളുള്ള വളരെ എന്നാൽ എല്ലാം ഈ പറഞ്ഞ കണക്ക് അതിൻ്റെ പിന്നെ നമ്മുടെ വാസ്തു എല്ലാ പ്രകാരമാണ് അത് വെച്ചിരിക്കുന്നത് ഉൾപ്പെടെ. ഞാൻ പറയുന്നത് വാസ്തു നോക്കിയിട്ട് എല്ലാ വാസ്തുകളും നോക്കി എല്ലാ ഇതായിട്ട് വെച്ചിട്ട് ഫുൾ വാസ്തു നോക്കി വെച്ചു. കാരണം എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം ഇല്ലെങ്കിലും നമ്മുടെ വീട്ടുകാരൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്മൾ മാക്സിമം എൻ്റെ വാസ്തു ഒക്കെ നോക്കിയിട്ട് ഏറ്റവും വലിയ കാണിപ്പയ്യൂരൊക്കെ കൊണ്ടാടാൻ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു. അത് എനിക്ക് പരിപൂർണ്ണമായിട്ട് വിശ്വാസം ഇല്ലാത്തതാണ്. പക്ഷേ എൻ്റെ വീട്ടുകാരുൾപ്പെടെ പറയുമ്പോൾ ഓക്കെ നമ്മൾ താമസിക്കാനുള്ളതല്ലേ, എനിക്ക് ഒന്നിനും നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. അവർക്ക് അങ്ങനെ അവരെ സന്തോഷത്തിന് നിർബന്ധ ബുദ്ധിയോട്ട് ഞാൻ പറയില്ല, പറ്റത്തില്ലെന്ന് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. ഓക്കെ, സന്തോഷം. അങ്ങനെയൊക്കെ നോക്കി വെച്ചാണ് ഞാൻ പറഞ്ഞത്. അത് ഭയങ്കര രസകരമായിട്ട് ഒരു കലാ രീതിയിൽ നമ്മുടെ ഒരു കലാ ടച്ചാണ് ഉള്ളൊരു സാധനമായിരുന്നു അത്. അപ്പൊ അതില് അത് അങ്ങോട്ട് ആ രീതിയിലേക്ക് എത്താൻ പറ്റിയില്ല. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നാൽ പിന്നെ എന്താണ് ജീവിതത്തിനൊരു അല്ല അത് ഇപ്പൊ ഫിറോസ് പറയുമ്പോൾ അത് ശരിക്കും മനസ്സിലൊരു വിഷമമുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും തീർച്ചയായും നമുക്ക് കുറെ നാളുകൾ താമസിക്കാൻ, നമ്മൾ ദീർഘനാള് നമ്മൾ പിന്നെ തീർച്ചയായും മരണം വരെയും ആ വീടെന്നുള്ള സ്വപ്നത്തിൽ അവിടെയാണ് ആ വീട് പണിത് അതിനുശേഷം ഒത്തിരി താമസിക്കാൻ പറ്റാതെ ഇപ്പൊ വീട് വിൽക്കുന്നു എന്ന് പറയുമ്പോഴും മക്കളുണ്ട് അല്ലെ. നമ്മൾ വീട് വിറ്റു മക്കൾ പിന്നെ ഇനി സജന എങ്ങോട്ട് എന്ന് ചിന്തിക്കാറില്ലേ? അല്ല, ഇപ്പൊ ഇതിനകത്തുനിന്ന് ഇപ്പം വിറ്റാൽ പോലും അത്യാവശ്യം ഇതിൽ കിട്ടുന്ന ഒരു എമൗണ്ട് വെച്ചിട്ട് ഒരു വീട് വെക്കാനുള്ള സാധ്യത അതിൽ നിന്ന് കിട്ടും. മനസ്സിലായി? ഇതിനകത്ത് ഇപ്പം ഞാൻ ഒരു ഇതെടുത്താൽ പോലും മെജോറിറ്റി അദ്ദേഹത്തിനാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പം ഇതിപ്പം വിറ്റു എന്ന് പറഞ്ഞാലും അതിനകത്തുനിന്ന് ഒരു ചെറിയ സംഖ്യ മാത്രമേ ഇപ്പം എനിക്ക് അത്രത്തോളം എൻ്റെ സാഹചര്യം അത്ര കറക്റ്റായിട്ടല്ല. പിന്നെ അതും ഞാൻ മേടിക്കൽ അങ്ങ് എഴുതി കൊടുക്കത്തുള്ളൂ. പക്ഷേ ഈ പറഞ്ഞാണെങ്കിൽ എൻ്റെ എല്ലാ വരുമാന മാർഗ്ഗവും അതിനകത്ത് ഞാൻ ഇത്രയും നാളുള്ള എല്ലാം അതിനകത്ത് ഇട്ടു. അപ്പോൾ അതുകൊണ്ട് എനിക്കിനി മുന്നോട്ട് പോയി ചെറിയൊരു വരുമാന മാർഗ്ഗം വേണം. നമ്മുടെ സൈഡിൽ എന്തെങ്കിലും ഒരു പരിപാടി എനിക്ക് തുടങ്ങണ്ടായി. അങ്ങനെയുള്ള കുറച്ച് കാര്യം അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്നൊരു ചെറിയ ഇത് മേടിക്കുന്നത്. ബാക്കി കൂടുതൽ അദ്ദേഹത്തിന് തന്നെ ഞാൻ കൊടുക്കുള്ളൂ. നല്ലൊരു അല്ല, മനസ്സിൻ്റെ അല്ല, അതൊരു അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതാണ് സത്യം. മനസ്സിലായി? അവിടെയും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നികത്തും അല്ലേ? അത്രേ ഉള്ളൂ, അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ പോസിറ്റീവായിട്ട് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു. അവർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യത്തോടും ഒരു വീട് അവർ വെക്കാനുള്ള തുക അതിൽ നിന്ന് കിട്ടും എന്നുള്ള തീർച്ചയായിട്ടും കൃത്യമായിട്ട് പറയുന്നു. ഇനി അവിടെ എന്തെങ്കിലും കുറവ് വന്നാലും നമ്മൾ നികത്താൻ തയ്യാറാണ്. തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ ഒരു സാഹചര്യം കൊണ്ട് മാത്രം നമ്മൾ കുറച്ചെടുക്കും, അല്ലെങ്കിൽ മൊത്തം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ മനസ്സെനിക്ക് മനസ്സിലായത്. തീർച്ചയായും അങ്ങനെയാണല്ലോ, നമ്മുടെ സാഹചര്യങ്ങളിലാണല്ലോ ചിലത് നമുക്ക് അങ്ങനെ ആയി പോകുന്നത്. മക്കളെ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു ഇപ്പം? അല്ല, അങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് അത് അവര് നാച്ചുറലി അങ്ങ് അറിഞ്ഞു പോകും എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് അവന് 8 വയസ്സായി. അവനെ വിളിച്ചിരുത്തിയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവന് ഇപ്പം അത് അവര് ഗ്രാജുവലി ഓരോ ഇതായിട്ട് ഇങ്ങനെ അറിഞ്ഞ് അപ്പോൾ അത്ര വലിയ പെയിൻ വരില്ല. ഒരു ദിവസം വിളിച്ചിരുത്തി അങ്ങനെ പറയുമ്പോൾ അവർക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. അതവർ ഗ്രാജുവലി ഇങ്ങനെ അറിഞ്ഞു പോകും. അതാണല്ലോ നമ്മുടെ പ്രകൃതിയുടെ ഒരു നിയമം തന്നെ, അതാണല്ലോ. പല വലിയ ദുഃഖങ്ങളും അതാണ്. നമുക്ക് ഒറ്റയ്ക്ക് മരണം പോലെ ഒറ്റ ദിവസം കൊണ്ടുള്ള കാര്യമല്ലല്ലോ. ഈ മരണമാണ് ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നത്, പെട്ടെന്നൊരു ദിവസം. ഇപ്പം അസുഖമായി കിടന്ന് മരിക്കുന്നില്ല, അത് ഏറ്റവും നല്ല ഭാഗ്യമാണ്. അസുഖമായിട്ട് കിടക്കാതെ ഒരു ആക്സിഡൻറ്റിലൊക്കെ മരിക്കുന്നതാണ് പെട്ടെന്നുള്ള ദുഃഖം എന്ന് പറയുന്നത്.
ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്രാജുവലി സംഭവിക്കുന്നേ. അപ്പം അത്രത്തോളം ഒരു ഇതുണ്ടാവില്ല. പതുക്കെ പതുക്കെ അറിഞ്ഞ് വന്ന് ഇപ്പം അതിന് ഏറ്റവും വലിയ ഉദാഹരണം, കുറച്ച് നാൾ അസുഖമായി കിടന്നിട്ട് മരിക്കുമ്പോൾ നമുക്ക് അത്ര വലിയ ദുഃഖം വരില്ല, ഇല്ലേ? നമുക്കറിയാം അദ്ദേഹം ഒരുപക്ഷെ ആ മരിക്കുന്നതാണ് നല്ലതെന്ന് വരെ നമ്മൾ തോന്നിപ്പോവും കിടന്ന് എത്രയെന്ന് പറഞ്ഞാൽ. അതാണ് അതിൻ്റെ സത്യം. യഥാർത്ഥ സ്നേഹം അതാണ്. ഒരാൾ കിടന്ന് എത്ര വയസ്സ് വരെ ജീവിക്കുന്നു എന്നുള്ളതിലല്ല, അദ്ദേഹം കിടന്നു കഴിഞ്ഞാൽ അയാളെ അഴിന്തിക്കാതെ, അയാൾ കിടന്ന് മറ്റൊരാളുടെ സഹായത്തിൽ അഭ്യർത്ഥിച്ച് ആ അവസ്ഥ വരുത്തിക്കാതെ അദ്ദേഹം മരിക്കുന്നതാണ് ഏറ്റവും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അദ്ദേഹം ആയിരിക്കണം. ഇപ്പം ഞാനായാലും അങ്ങനെയാണ്, കിടന്നു കഴിഞ്ഞിട്ട് മക്കളുടെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, മനസ്സിലായി? നമ്മൾ അഴുന്താതെ നമ്മൾ ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ മരിക്കുക, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതെ, ഈ സജനയുടെ യൂട്യൂബ് ചാനൽ പറഞ്ഞ മറ്റൊരു 2 കാര്യങ്ങൾ, യൂട്യൂബ് ചാനൽ കണ്ടു കാണുന്നു തോന്നുന്നു, 2 കാര്യങ്ങൾ സജന പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, എൻ്റെ സജനയുടെ രണ്ടാമത്തെ വിവാഹം വേണ്ടായിരുന്നു എന്ന് തോന്നി, പക്ഷെ അത് വേണമെന്നും എനിക്ക് തോന്നി. 2 വർഷം പറഞ്ഞോളൂ, വേണ്ടായിരുന്നു എന്ന് തോന്നി, പക്ഷെ അത് നന്നായി എന്നും എനിക്ക് തോന്നി എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് പറഞ്ഞാണ്, ഇപ്പൊ വേറെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അത് നന്നായി എന്ന് തോന്നി. ഇനി എനിക്കൊരു വിവാഹം ഇല്ല എന്നും പറയുന്നു സജന. അല്ല, അത് നമുക്ക് ഇത് ഇപ്പോഴും ആക്ച്വലി ആ ഒരു ഇൻറ്റൻസിറ്റിയോടെ പറയുകയാണെങ്കിൽ ഞാനും അങ്ങനെ പറയത്തുള്ളൂ. നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഒരു പക്ഷേ ഉണ്ടാകാം. കാരണം നമ്മൾ ശബ്ദമൊന്നും ഇതിനെടുക്കാൻ പറ്റില്ല. വിവാഹം ഇല്ലെങ്കിൽ ഇല്ലാതെ ജീവിക്കും, എങ്ങനെയാണോ അങ്ങനെ. നമ്മൾ ഇന്നിപ്പോൾ എനിക്കൊരു പെണ്ണൊക്കെ അങ്ങനൊന്നും അല്ലല്ലോ. നമ്മളിപ്പോൾ സജിനെ പറയുന്നത് ഇപ്പോഴത്തെ മാനസികാവസ്ഥ, ഇപ്പോഴത്തെ കാര്യം വെച്ചിട്ടാണ്. കാലങ്ങൾ കടന്നു പോവില്ലേ, ഇപ്പം നാളെ ചിലപ്പോൾ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ട് വേണം. ഇതൊക്കെ നമ്മൾ ഇനിയുള്ള എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ജീവിച്ചുള്ള എക്സ്പീരിയൻസിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് ജീവിച്ച് അതിലാണ് ഏറ്റവും സന്തോഷം കണ്ടെത്തുന്നതെങ്കിൽ അദ്ദേഹം പിന്നെ വിവാഹം കഴിക്കില്ല. ഈ ഒറ്റയ്ക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൈനസായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അന്നേരമാണ് അദ്ദേഹം ഇങ്ങനെ പോകാൻ. അതാണ് ഞാൻ പറയുന്നത്, ഇനിയുള്ള സാഹചര്യങ്ങൾ അടിസ്ഥാനമായിട്ട് ഞാനും അതേ കണക്ക് തന്നെ. ഞാനിപ്പോൾ ഇന്നത്തെ നിമിഷമല്ല നാളെ കല്യാണം കഴിക്കുമെന്നല്ല ഞാൻ പല ഇതിലും പറയുന്നത്. ചിലപ്പോൾ ഞാൻ വിവാഹം കഴിക്കാതെ തന്നെ ജീവിക്കാം. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ യാത്രയിൽ അതാണ് എനിക്ക് സുഖമെന്ന് തോന്നിയാൽ ഞാൻ അങ്ങനെ തന്നെ ജീവിക്കും. അതാണ് കംഫർട്ടെന്ന് തോന്നിയാൽ അങ്ങനെ തന്നെ ജീവിക്കും. ഇനി അങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് മടുപ്പ് തോന്നി, എന്നെ ഒന്ന് കെയർ ചെയ്യാൻ, അല്ലെ എനിക്ക് തിരിച്ചൊന്ന് എന്നെ സ്നേഹിക്കാൻ ഒരാൾ വേണമെന്ന് തോന്നിയാൽ ഞാൻ ആഗ്രഹിക്കും. അതൊക്കെ ഇത് മനുഷ്യരല്ലേ, നമ്മൾ കമ്പ്യൂട്ടറുകളും മറ്റ് യന്ത്രങ്ങളൊന്നും അല്ലല്ലോ. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ വെറും വിചാരങ്ങളുള്ള ചിന്തകളുള്ള പച്ചയായ മനുഷ്യരാണ്. നമുക്ക് നാളത്തെ ഇങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ? അങ്ങനെ സംശയം അങ്ങനെയുള്ള സംശയങ്ങളൊന്നും. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം ഉണ്ടാവുന്നത്. അതെ, സംശയങ്ങളൊന്നുമില്ല എനിക്ക്. 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സജനയ്ക്ക് ഫിറോസിനും അത് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം. അത്ര ഒരു സംഭവം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ലോകത്തെ ഏറ്റവും വലിയ പരാജയം ഒരു കുടുംബജീവിതത്തെ സംബന്ധിച്ച് സംശയരോഗം തന്നെയാണ്. കുടുംബജീവിതത്തിൽ മാത്രം പറ്റുന്ന ഒരു സംഭവമാണ് ഈ സംശയരോഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ ലൈഫിലില്ല. സംശയങ്ങളോ അങ്ങനൊന്നുമില്ല. സംശയ ലൈഫൊന്നുമല്ല നമ്മളത്. എന്തിനാണ് പിന്നെ ചില പേരുകൾ ഇതിനകത്തേക്ക് കയറി വരുന്നത്? അവിടെയാണ് ഈ പേരെന്ന് പറയുന്നത് വീണ്ടും പറയുന്നത് ഷിയാസിന്റെ പേരാണ്. ഞാൻ അത് എത്രയോ പ്രാവശ്യങ്ങളിൽ ഞാൻ പല ഇന്റർവ്യൂലും നമ്മുടെ അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് പുറം പറയുന്നു. ഇല്ല, ആളുകൾക്ക് പലതും പറയാം. നിങ്ങൾ രണ്ടും ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ പറയുന്നവർക്ക് എന്തെങ്കിലും പറയണ്ടേ? ഈ എന്തായാലും ഇങ്ങനെ കമന്റ് പറയുന്നവർ മറ്റൊരാളെ കുറിച്ച് മൈനസ് പറയുന്നവർ എന്നും അതേ പറയുള്ളൂ. ഒരിക്കലും മനസ്സിലാക്കുക, നമ്മുടെ വ്യക്തിത്വമാണ് അതിൽ. ഇപ്പം ഞാൻ ഒരാളെ കുറിച്ച് മൈനസ് പറയുന്ന ഒരാളാണെങ്കിൽ എല്ലാരെ കുറിച്ച് മൈനസ് ഞാൻ പറയാൻ ആഗ്രഹിക്കത്തുള്ളൂ. എനിക്ക് അതിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. ഞാൻ ഒരാളെ കുറിച്ച് നല്ലത് പറയുന്ന ഒരാളാണെങ്കിൽ എല്ലാവരെയും കുറിച്ച് നല്ലത് പറയാനേ ഞാൻ ആഗ്രഹിക്കും. എനിക്ക് സന്തോഷം അതിലാണ്. മറ്റൊരാളെ കുറിച്ച് ഇപ്പോൾ ഹൈദർജിയെ കുറിച്ച് വേറൊരാൾ എന്നെ കുറിച്ച് തെറ്റ് പറഞ്ഞാൽ പോലും ഞാനല്ല, അദ്ദേഹത്തിന് ഇങ്ങനെ ചില ക്വാളിറ്റികളില്ലേ, ഞാൻ അതാണ് നോക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞാൽ ശരിയായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ക്വാളിറ്റികളുണ്ട്. ഞാൻ അതിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. എൻ്റെ അടുത്തുള്ളവരും അടുത്തില്ലാത്തവരെ കുറിച്ചുള്ള നല്ലത് പറയുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ഞാൻ. മനസ്സിലായോ? അപ്പൊ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതൊന്നും നമ്മൾ മറ്റുള്ളവർ എന്ത് പറയുന്നതെന്ന് നോക്കിയിട്ട് ഒരിക്കലും ഞാൻ പറഞ്ഞു അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ അഭിനയിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ അഭിനയിച്ചേ പറ്റൂ. നമ്മൾ പച്ചയായിട്ട് ജീവിക്കണമെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയും. കാരണം അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓരോരുത്തരുടെ മുമ്പിൽ. കാരണം പലരും പല ക്യാരക്ടറാണ്. ഇവരെല്ലാം തൃപ്തിപ്പെടുത്തുന്നത് എങ്ങനെ ഒരു പച്ചയായ മനുഷ്യന് പറ്റില്ല. അത് വേണമെങ്കിൽ അഭിനയിച്ചേ പറ്റത്തുള്ളൂ. അവരെല്ലാം തൃപ്തിപ്പെടുത്തണമെങ്കിൽ, അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണമെങ്കിൽ അവരാണ് നമ്മുടെ കീ. നമ്മളെന്ന വ്യക്തിയുടെ കീ അവരാണെങ്കിൽ, അവരുടെ കയ്യിൽ നമ്മളെ താക്കോല് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ തുള്ളണമെങ്കിൽ നമ്മൾ അഭിനയിച്ചേ പറ്റത്തുള്ളൂ. മനസ്സിലായേ? ഇത് ഞാൻ പച്ചയായിട്ട് ജീവിക്കുമ്പോൾ അവർ പറയും, പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് എന്നെന്നല്ല, എല്ലാവരെയും ആരെക്കുറിച്ചും പറയാൻ അത്രേ ഉള്ളൂ. നമ്മൾ അതിലൊന്നും ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതിലൊന്നും എനിക്ക് ദുഃഖവുമില്ല. നമുക്ക് എപ്പോഴും ദുഃഖം എങ്ങനെയാണ് വരുന്നത്?
നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മൾ സ്നേഹിക്കുന്നവർ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്ക് ദുഃഖം വരുന്നത്. മറ്റേതൊന്നും നമുക്ക് ഒരിക്കലും ദുഃഖം വരേണ്ട ആവശ്യമില്ല. ഒന്ന് താഴെ വീണപ്പോൾ കൈ പിടിച്ചുയർത്തിയ ഒരു പേര് പറയുകയാണെങ്കിൽ ആരെ പറയാൻ പറ്റും? താഴെ വീണപ്പോൾ, താഴെ വീണ് കിടക്കുകയാണ്, കൈ പിടിച്ച് ഉയർത്തിട്ടാരെങ്കിലും. ആക്ച്വലി താഴെ വീണ് കിടക്കുകയാണ്. ഇത് കൈ പിടിച്ച് ഉയർത്താൻ ആരും വരുമോ ഞാൻ നോക്കട്ടെ. അതാണ് അതിന്റെ കറക്റ്റ് ഉത്തരം. അല്ല, പല റൂട്ടുകളിലും പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും നമുക്കൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ നമ്മുടെ ജീവിതത്തിൽ. അല്ല, സീരിയസ്ലി ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ സജിനയും തമ്മിലുള്ള ജീവിതത്തിൽ പോലും പലപ്പോഴും ഞാൻ മാനസികമായിട്ട് തളർന്ന അവസ്ഥയിലൊക്കെ അവൾ എനിക്ക് സപ്പോർട്ടായിട്ട് ഓരോ കാര്യങ്ങൾ അവരുടെ കൈപിടിച്ചുയർത്താറുണ്ട്. പിന്നെ എൻ്റെ പേരൻസ് എന്നെ കൈപിടിച്ചുയർത്താറുണ്ട്. എനിക്ക് ചുറ്റും നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ പറഞ്ഞു നമുക്ക് സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ടാവും, പക്ഷേ ഇൻറ്റിമേറ്റ് എന്ന് പറയാം നമ്മളോടൊപ്പം നിൽക്കുന്ന എനിക്ക് വളരെ 4, 5, 6 പേരെ മാക്സിമം കാണുള്ളൂ. ഇവരെല്ലാം എൻ്റെ ഭയങ്കര സപ്പോർട്ടീവാണ്. എനിക്ക് ചെറിയ കാര്യമില്ല, അവരാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യും. അവരൊക്കെ ഓരോ വീഴ്ചകളിലും നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ ശ്രമിക്കുന്നവരാണ്. അതൊക്കെ ഒരു ബ്ലെസ്സിങ് അല്ലേ സുഹൃത്തുക്കൾ. എല്ലാവർക്കും പേരൻസ് ബ്ലഡ് റിലേഷനും ഒക്കെ ഉണ്ടാവും, പക്ഷേ സുഹൃത്തുക്കൾ അതൊരു ബ്ലെസ്സിങ് ആണ്. നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും. സജന ശരിക്കും ഒരു തൊട്ടാവാടിയാണ്. തൊട്ടാവാടിയൊന്നുമില്ല, അവൾ നല്ല ബോൾഡായിട്ടുള്ള കുട്ടിയല്ലേ. തൊട്ടാവാടിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇട്ടോന്ന് കാണിച്ച് പഠിപ്പിക്കാനൊന്നും പറ്റുന്ന ഒരു വ്യക്തിയൊന്നുമില്ല. നല്ല ബോൾഡായിട്ടുള്ള ആ ബോൾഡ്നെസ്സിനെ ഒന്നുകൂടെ ഞാൻ ബോൾഡാക്കി എടുത്തത്. അതായത് എൻ്റെ കൂടെ നടന്നപ്പോൾ ഒന്നുകൂടെ ബോൾഡായിട്ടേ ഉള്ളൂ. ഒരിക്കലും തൊട്ടാവാടിയൊന്നുമില്ല. അവൾക്ക് കുട്ടിത്തമുണ്ടെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അവൾക്കറിയാം. പിന്നെ അങ്ങ് ഈ സംഭാഷണം മാത്രം കുറച്ച് ഈ പറഞ്ഞ കണക്ക് വായി വരുന്ന അങ്ങ് സംസാരിക്കുക, അതിൻ്റെ റിയൽ അർത്ഥം മനസ്സിലാക്കിയിട്ടായിരിക്കത്തില്ല ചില വാക്കുകൾ. അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അവൾ ചിലപ്പോൾ ചില വാക്കുകൾ പറയുമ്പോൾ അതിനെന്താണ് അതിൻ്റെ ഇത്രയും അതിൻ്റെ ഇന്നർ മീനിങ് ഒക്കെ ഉണ്ടെന്നൊന്നും മനസ്സിലാക്കി സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. മനസ്സിലായി. അപ്പോൾ പഴയ ഇൻ്റർവ്യൂവിലൊക്കെ അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച ഇതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിനെ കൂട്ടിച്ചേർക്കുമായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള പഴയ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പഴയ ഞങ്ങൾ തമ്മിലുള്ള പ്രോഗ്രാം, ബിഗ് ബോസ് പോലും എന്തെങ്കിലും ആൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണെന്ന് എനിക്കറിയാം. മനസ്സിലായി. ചില വാക്കുകളുടെ കറക്റ്റ് അർത്ഥങ്ങളൊന്നും പുള്ളിക്ക് അറിയില്ല. ഒരാൾ എങ്ങനെ എടുക്കുമെന്നൊന്നും അറിയില്ല. മനസ്സിലായോ? കൃത്യമാണ്. ഈ സജനയുടെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം പല രീതിക്ക് പല സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. പല രീതിക്ക് വാർത്തകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് മറുപടിയായിട്ട് ഫിറോസ് വന്നു അത് വേറെ രീതിക്ക് ആഘോഷിക്കുന്നു. ഇതല്ല, ഇന്നൊരു സോഷ്യൽ മീഡിയ കണ്ടത് സജനയുമായിട്ട് ഫിറോസ് പിരിയാനുള്ള കാരണം ഇതൊന്നുമല്ല, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. പക്ഷെ അത് അങ്ങനെയാണ് പറയുന്നത്, മനസ്സിലായി, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. പക്ഷെ ഒന്നുമില്ല. ഫിറോസ് പറഞ്ഞു, സജന പറഞ്ഞു ഒന്ന് തന്നെ. എന്തിനാ തംനെയിലുകൾ പോലും ഞാൻ അതൊക്കെ പറഞ്ഞതുകൊണ്ട് അവിടെ പറയാത്ത, വേറെ ചാനലിൽ പറഞ്ഞുകൊണ്ടാണ്. തംനെയിൽ പോലും ഇട്ട് തെറ്റിദ്ധരിപ്പിച്ച് ഈ അവരൊക്കെയാണ് പറഞ്ഞോളൂ. ഈ മാധ്യമങ്ങളുടെ പലരുമാണ്, എല്ലാ മാധ്യമങ്ങളെയും പറയുന്നില്ല, നല്ല മാധ്യമങ്ങളും ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഈ ഷിയാസിന്റെ ഫോട്ടോ ഒക്കെ ഇവരാണ്ട് കൊണ്ടുവച്ചിട്ട് ഒരു കാര്യവുമില്ലാതെ പറന്നുപോയ ഒരാളെ പിടിച്ചിനകത്ത് ഉണ്ടാക്കിയത്. ഈ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇതേ ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് അവിഹിത ബന്ധം പൊക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഷിയാസിന്റെ ഫോട്ടോ, സജനയുടെ ഫോട്ടോ, എൻ്റെ ഫോട്ടോ പറഞ്ഞു തരുമ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളുള്ളൂ, അതിനപ്പുറം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ കാശുണ്ടാക്കുന്ന മോശമായ അഭിപ്രായം എന്നാണ് എൻ്റെ. നമ്മളും ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ആളാണ്, ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ ഇതിനകത്തുള്ളതാണ്. പക്ഷേ ഒരു എത്തിക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. നമുക്ക് ക്യാച്ചിങ് വേർഡുകളൊക്കെ കൊടുക്കാം. ക്യാച്ചിങ് വേർഡ് കൊടുത്ത ഇതൊരു എൻഡ് ഓഫ് ദ ഡേ ഒരു ബിസിനസ് തന്നെയാണ്. ഇപ്പം ചാനൽ, ഇപ്പം ഞാനിവിടെ വന്നെങ്കിൽ പോലും നമ്മൾ പരിചയം ഉണ്ടെങ്കിൽ പോലും ഇപ്പം ഫിറോസ് ഖാൻ എന്ന വ്യക്തി സേവ് ചെയ്യാനല്ല ഒരിക്കലും നമ്മൾ ഇതുണ്ടാക്കുന്നത്. ഇത്രയും ക്യാമറ, ഇത്രയും സെറ്റപ്പും നമ്മൾ ഇതൊരു വർക്കാണ്. അത് എനിക്ക് മനസ്സിലാക്കാനുള്ള ഇത് എനിക്കുണ്ട്. ഇപ്പം ഞാനൊരു ചാനൽ തുടങ്ങിയാലും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്കൊക്കെ വേണ്ട ഒരു കോമൺ ഫാക്റ്റ് ഉണ്ട്, എത്തിക്സ് എന്ന് പറഞ്ഞിട്ട്. മനുഷ്യൻ്റെ ഹൃദയത്തെ എടുത്തിട്ട് നമുക്ക് കീറി മുറിച്ച് കളിച്ച് കാശുണ്ടാക്കുന്നത് ഒരു നല്ല നടപടിയല്ല. മനസ്സിലാക്കാം. നമുക്ക് ഒരു എത്തിക്സ് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. അത് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുമുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഒരു നോർമൽ ഒരു വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഓഡിയൻസ് വരില്ല. അവിടെ ചില ക്യാച്ചിങ് വേർഡ് കൊടുക്കണം. അതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിനെ കീറി മുറിച്ച് അത് ഒരു വികൃതമാക്കിയിട്ട് അതിനെ വിറ്റ് കാശാക്കാൻ നിൽക്കുന്നതാണ്. അതൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. അതെന്ത് എത്തിക്സാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെല്ലാത്തിലും ഇപ്പോൾ ബിസിനസ് ആയാലും ശരി, എല്ലാ മേഖലയിലും ഉണ്ട്. മോൻ എന്താകണമെന്നാണ് ആഗ്രഹം? അല്ല, അവൻ്റെ ആഗ്രഹം എന്താണോ, ഇപ്പം നമ്മൾ പറഞ്ഞ് അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ പേരൻസ് അല്ല നമ്മൾ. അവനെ എങ്ങനെയാണോ ആഗ്രഹം അങ്ങനെ ആവട്ടെ. മനസ്സിലായോ? അത് അല്ലാതെ ഒരു ടിപ്പിക്കൽ അവനെ ഡോക്ടർ ആക്കണം അങ്ങനെയുള്ള ഒരാഗ്രഹമില്ല. പക്ഷെ അവൻ പഠിക്കണം എന്നുള്ളതുണ്ട്. ബേസിക് വിദ്യാഭ്യാസം
അവനുണ്ടാവണം. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ തന്നെ അവൻ ഇന്നൊരു സ്ഥാനത്ത് എത്തണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഓക്കെ. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഡിഗ്രി സ്റ്റേജൊക്കെ എത്തുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ മനസ്സിലാവും എനിക്ക് ഏത് റൂട്ട് തരാം. അവരുടെ ടാലൻറ്റിനെ ബേസ് ചെയ്തിരിക്കും. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം നമ്മളൊരാഗ്രഹം അവനെ അടിച്ചേൽപ്പിക്കുന്ന അത് നമ്മൾ ആരെയും ഒരാഗ്രഹം അടിച്ചേൽപ്പിക്കില്ല. മനസ്സിലായി. പിന്നെ ചില റൂട്ടുകൾ തെറ്റാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം, ആ റൂട്ട് വേണ്ട, അത് തെറ്റാണ്, അതിങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് കണ്ട റൂട്ടാണ് എന്ന് പറഞ്ഞ് നമുക്കതിനെ ഒരു ചുറ്റുമതിലൊക്കെ കെട്ടി അത് നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം. സജന നോക്കുന്ന 2 കുട്ടികളാണ്. സജനയുടെ അതെ 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 മോനു, നിങ്ങളിലുള്ള മോനും ഉണ്ട്. 2 കുട്ടികളാണ്. അതെ. ഭാവിയിൽ ഈ ഇപ്പൊ ഡൈവേഴ്സ് ഒക്കെ വന്ന സമയത്ത് ഇതിന്റെ ചെലവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരു നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫിറോസിലേക്ക് ഒരു ബാധ്യതയൊക്കെ വരുമല്ലോ. അങ്ങനെയാണല്ലോ നിയമങ്ങൾ. ആക്ച്വലി നിയമങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ബാധ്യതയൊന്നുമില്ല. എൻഡ് ഓഫ് ദി സ്നേഹം എന്ന് പറയുന്നിടത്ത് ഈ ബാധ്യതയൊക്കെ അവിടെയാണ്. ഇപ്പം ബാധ്യത പറഞ്ഞാൽ അവർ ഇപ്പം പറയും മാസം നീ 2000 രൂപ വെച്ച് കൊടുക്കണം, ഇതല്ലേ ബാധ്യത. അങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞിന് 2000. അതാണ് ഞാൻ ചോദിച്ചു വന്നത്. അത് സ്നേഹത്തിന് മുന്നേ അങ്ങനെയൊന്നുമില്ല. മനസ്സിലായോ? നമ്മൾ അതുമായിട്ടൊന്നുമില്ല. അത് ബാധ്യത ഒരു സർട്ടിഫിക്കറ്റിന് മൂലയ്ക്ക് ഇരിക്കും. നമ്മൾ വേറെ നമ്മളെ മനസാക്ഷിപരമായിട്ടുള്ള കാര്യങ്ങളോട്ട് പോകും. അത്രേ ഉള്ളൂ. ആ ഒരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സജിന ആയാലും അങ്ങനെ തന്നെയാണ്. സജിന അങ്ങനെയുള്ള കടുപ്പെടുത്തവോ അല്ലെങ്കിൽ അങ്ങനെ ഓൾറെഡി അവർക്കറിയാം നമുക്ക് എൻഡ് ഓഫ് ദി ഡേ ആ സ്നേഹം എന്ന് പറഞ്ഞൊരു സാധനത്തിലാണ് ഇതെല്ലാം വരുന്നത്. മനസ്സിലായോ? അല്ലാതെ അന്യനല്ലല്ലോ അത്. അതെ. ഇനി എത്ര നാളത്തേക്ക് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല നിങ്ങൾ പിരിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കാതെയാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ചില സത്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. അതങ്ങനെയാണല്ലോ. ഇന്നലെ പുഞ്ചിരി, ഇന്ന് റിയാലിറ്റി, നാളെ അത് മറവി എന്ന ഒരു സംഭവം അനുഗ്രഹമാണ് തന്നതുകൊണ്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ? അല്ലെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. മറവി എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. പലതും മറക്കുന്നത് നല്ലതാണ്. അത് മറന്നു പോകും. അതാണ് നമ്മളെ ഏറ്റവും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരണമാണ് ഏറ്റവും വലിയ ദുഃഖം. അത് ആക്സിഡൻ്റലി ഉണ്ടാകുന്ന മരണമാണെങ്കിൽ അതിലേറെ ദുഃഖമാണ്. അതുപോലും നമുക്ക് എത്രയും നമുക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചിട്ടും നമ്മൾ ഓർത്തിരിക്കുന്നു. അത് അന്ന് കരഞ്ഞ പോലെ ഇന്ന് കരയുന്നുണ്ടോ? ആദ്യം കരയും, രണ്ടാമതും കരയും, മൂന്നാമതും കരയും, നാലാമത് ആ കരച്ചിൽ ഡെപ്ത് കുറയും, അഞ്ചാമത് പിന്നെ ആ കരച്ചിലൊന്നും വികാരമേ കാണത്തില്ല. ശരിയാണ്. ഗ്രാജുവലി അതാണ് എല്ലാ മനുഷ്യരും ഒരാളല്ല. ലാസ്റ്റ് മറന്ന് പിന്നെ അത് നമ്മൾ അത് ശീലമാണ്, അതുമായിട്ടങ്ങ് അഡ്ജസ്റ്റഡ് ആയി. പിന്നെ അത് റിയലൈസ് ചെയ്തു. എല്ലാത്തിലും ഉണ്ട് ഇത്. ഈ സജനയിൽ നിന്നുമുണ്ടായ ഒരു ഉപദേശം, ഫിറോസിന് സജന തന്നൊരു ഉപദേശം എന്തായിരിക്കും? അല്ല, ആക്ച്വലി അവൾ എന്നെ ഉപദേശിക്കാറൊന്നുമില്ല, ഞാനാണ് അവളെ ഉപദേശിക്കാറുള്ളത് എപ്പോഴും. ഞാൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്ത് ഓക്കെ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നൊരു പ്രകൃതി. അല്ല, എന്നെ അവള് അങ്ങനെ ഉപദേശിച്ചിട്ട് എനിക്ക് ഓർക്കും. ഇല്ല, അങ്ങനെ ഉപദേശിക്കത്തില്ല അവള്. അങ്ങനെ ഒരു സംഭവം ഇല്ല, എന്റെ ഓർമ്മയിലില്ല. ഇല്ല. ഫിറോസ് കൊടുക്കുന്ന ഉപദേശം എന്തായിരിക്കും? എന്നും ഓർത്തിരിക്കേണ്ട ഒരു ഉപദേശം, ഇനിയും സജന ഭാവിയിൽ ഓർത്തിരിക്കേണ്ട ഒരു ഉപദേശം. ഞാൻ പറയുന്നത് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. കാരണം ഇനി നിന്റെ യാത്രകൾ ഒറ്റയ്ക്കാണ്. ഇത്രയും നാൾ നീ അറിഞ്ഞിരുന്നില്ല, ഞാനുണ്ടായിരുന്നപ്പം അപകടങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇനി നീ അപകടങ്ങളിലേക്ക് പോകും. പക്ഷെ നീ ഇനിയാണ് കണ്ണ് തുറക്കേണ്ടത്. ഒരിക്കലും കണ്ണടച്ച് ഒരു വ്യക്തികളെയും വിശ്വസിക്കരുത്. കൂടെ നമ്മൾ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ പോലും നിന്റെ ഏറ്റവും വലിയ കുഴി കുഴിക്കേണ്ട ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ആരെയും വിശ്വസിക്കരുത്. ഇതെപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണം. കാണുന്നതൊന്നുമല്ല സത്യം. അതാണ് എല്ലാ സൗന്ദര്യങ്ങളുടെയും ഇടയിൽ ഏത് സൗന്ദര്യമുള്ള സാധനം എടുത്ത് ഒരു നിഗൂഢത അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, പേര് അപ്പോൾ ഓർക്കുന്നില്ല. ആ ഫ്ലവർ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫ്ലവറാണ്. അത് പ്രാണികൾ ചെന്നിരിക്കുമ്പോൾ ഇത് ഫ്ലൈ ട്രാപ്പർ അങ്ങനെ എന്താണ് അതിൻ്റെ അടഞ്ഞിട്ട് അതിനെ ഞെരിച്ച് കൊന്ന് അതിനെ കഴിക്കുന്ന ഒരു സാധനമാണ്. മനസ്സിലായി? എല്ലാ ബ്യൂട്ടിഫുൾ ഇതിനകത്തും അങ്ങനെ ഒരു തിങ്കുണ്ട്. അതേപോലെ ഒരു അയ്യപ്പൻ ആണെന്ന് തോന്നുന്നു ഒരു കവിതയുടെ വരി വളരെ ഏറ്റവും പെൺചെലന്തി ഭയങ്കര രസമാണ്. വലിയ ചെലന്തികൾ പെൺചെലന്തിയാണ്. അപ്പോൾ അതിൻ്റെ രതിയുടെ അവസാന വേളയിലും അതിൻ്റെ ഇണയെ കടിച്ച് തിന്നുന്ന അങ്ങനെ എന്തോ ഒരു വരിയാണ്. അതായത് ആ വർണ്ണമുള്ള ചിലന്തി പോലും അപകടകാരിയാണ്. ഏറ്റവും നമുക്ക് സൗന്ദര്യമായിട്ട് തോന്നുന്നത് അതിനാണ്. പക്ഷെ അതിന്റെ രതി മൂർച്ച കഴിയുന്ന ഉടനെ ഇതിനെ കടിച്ച് തിന്നു എന്നുള്ളതാണ്. ഇല്ലേ? ഞാൻ പറഞ്ഞത് വേറെ ആസ്പെക്റ്റിലാണ്. ഇതിനെ വേറെ എല്ലാ സൗന്ദര്യമുള്ള സംഭവങ്ങളിലും
ഈ ലോകത്ത് അങ്ങനെയാണ്. നമ്മൾ നല്ലതെന്ന് തോന്നുന്നത് ഒന്നും നല്ലതല്ല. അതിനകത്തൊക്കെ അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് എന്ത് തന്നെ നിങ്ങൾ എടുത്തു നോക്കുക, പ്രകൃതി തന്നെ അതിന് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. മനസ്സിലായി? ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റും നിൽക്കുന്നവരൊന്നും നമ്മളെ അത്രമേൽ സ്നേഹിക്കുന്നവരല്ല. നമുക്ക് നല്ലത് പറയാം, നമ്മുടെ എൻജോയ്മെൻറ്റിൽ നമ്മളെ കൂടെ എൻജോയ് ചെയ്ത് നടക്കുന്നവരൊന്നും അവർ ഒരു പെഗ്ഗിനോട് 2 പെഗ്, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ കൂടെ ഇപ്പോൾ എൻജോയുടെ കൂടെ നടക്കുന്നിട്ട് ഒരു പെഗ്ഗിനോട് രണ്ടാമതൊരു പെഗ് ഒഴിച്ചിരുന്നതായിരിക്കും. പക്ഷേ ആ രണ്ടാമത്തെ പെഗ് ഒഴിക്കാതെ നീ അത് കുടിക്കരുതെന്ന് പറയുന്നവരെ നമ്മൾ അടുപ്പിക്കത്തില്ല. യഥാർത്ഥ സുഹൃത്തുക്കൾ അതല്ലേ? അതെ അതെ, എന്നാൽ നമ്മളവർ അടുപ്പിക്കൂ. തീർച്ചയായും അല്ല, തീർച്ചയായും ഇവിടെ അതന്നെ നടക്കുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാം ഈ പറഞ്ഞ കണക്ക് തലകീഴായി പോകുന്ന ലോകമാണ്. തലകീഴായി പോകുന്ന ലോകത്ത് ഒരാൾ നേരെ നടന്നാൽ അയാളാണ് ഭ്രാന്തൻ. അവരെയാണ് നമ്മൾ കല്ലെറിയുന്നത്. ഉള്ളവരെല്ലാം അങ്ങനെയുള്ളവരാണ്. യേശു ക്രിസ്തു ആയാലും നബി ആയാലും ആരായാലും ഇവിടെ വാഴ്ത്തപ്പെട്ടുള്ള എല്ലാവരും മാറി ചിന്തിച്ചവരാണ്. സമൂഹത്തിൽ നിന്ന് മാറി ചിന്തിച്ചവരാണ്. ശാസ്ത്രജ്ഞന്മാരായിക്കോട്ടെ, അവരൊക്കെ കല്ലെറി കിട്ടത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം നടക്കുന്ന തന്നെ നമുക്ക് നമ്മളെ അടുത്ത് വന്ന് അമ്മ തായ എന്ന് പറഞ്ഞ് വോട്ട് മേടിക്കുന്നവർ നമുക്കെല്ലാം ഓരോ പ്രശ്നങ്ങളുമായിട്ട് പുറത്തിറങ്ങി എവിടെയെങ്കിലും ഹോസ്പിറ്റൽ കേസ് വരെ അവിടെ ബാരിക്കേഡും വെച്ച് അവിടെ ലോക്ക് ചെയ്തിട്ട് ഇവർ 5 വട്ടം കാറിൽ രാജാക്കന്മാരാണൊക്കെ പോയി നമ്മളെയൊക്കെ വെറും പട്ടികളൊക്കെ കണ്ടുകൊണ്ട് രാഷ്ട്രീയത്തിൽ തന്നെ തുടങ്ങുകയാണ് ഇത് തലതിരിഞ്ഞുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത ഒരു പോലീസ്, തമിഴിലെന്താ പറയുന്ന കാവലെന്നാണ് പറയുന്നത്. നമുക്ക് കാവലാകേണ്ടുള്ളവരാണ് അവർ. പക്ഷെ അങ്ങനെയാണോ? ഈ പോലീസിനെ പേടിച്ചില്ലേ നമ്മൾ? എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, നല്ലവരും ഉണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ ഒരുപാട് പോലീസുകാരുണ്ട്. അവർ ഞാൻ പറയുന്നത് ഒരുപാട് നല്ലവരും ഉണ്ട് ഇതിനകത്ത്. ഞാൻ എല്ലാവരും അല്ല, പക്ഷെ ടോട്ടാലിറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ കാവലിൽ നിൽക്കേണ്ടുള്ളവരുടെ മുന്നിൽ നമ്മളെന്ന് ഇങ്ങനെയാണ് നിൽക്കുന്നത്, പേടിപ്പിച്ചില്ലേ നിർത്തുന്നത്. നീ എടാന്നല്ലാതെ ആരെങ്കിലും ഒരു പ്രായത്തിന് മുഖത്തുള്ളവരെ വിളിക്കാറുണ്ടോ? ഇവിടെ നടക്കുന്ന എല്ലാം അങ്ങനെയാണ്. എന്നിട്ട് എവിടെ ചോദ്യം? ജനമൈത്രി എന്ന് പറഞ്ഞിട്ട് പോലും എന്തോ ജനമൈത്രിയാണോ നടക്കുന്നത്? എല്ലാം വ്യത്യാസം. ഇനി സിമ്പിളായിട്ട് നമ്മളെ കലാമേഖല തന്നെ പറയാം. ഇപ്പോൾ താരാരാധന എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്നത്, തള്ളി കളഞ്ഞാൽ പോലും തെറി വിളിച്ചാൽ പോലും അവരോട് ചെന്ന് ഫോട്ടോ എടുക്കുന്നത്. യഥാർത്ഥ ഈ ആരാധിക്കപ്പെടേണ്ടുള്ളവരാണോ ആരാധിക്കപ്പെടുന്നത്? ഒരിക്കലും അല്ല. ഇതിനകത്ത് സ്ക്രിപ്റ്റ് എന്നൊരു സാധനമുണ്ട്, ഡയറക്ഷൻ എന്നുള്ള സാധനമുണ്ട്, ക്യാമറ സാധനം. ഇവരെയൊക്കെയാണ് സത്യത്തിൽ ആരാധിക്കേണ്ടുള്ളത്. ഇപ്പം ലാലേട്ടൻ്റെ ഇപ്പം ലാലേട്ടൻ എന്നൊരാളെ വിജയിപ്പിക്കുന്നുണ്ടെങ്കിൽ എല്ലാ പടവും വിജയിക്കേണ്ടുള്ളതാണ്. കോളേജ് കുമാരൻ എന്ന് പറഞ്ഞ പടമുണ്ട്, 1 ദിവസം 2 ദിവസം ഓടിയ പടമാണ്. ലാലേട്ടൻ അഭിനയിച്ച പടം വിജയിച്ചോ? അതിൻ്റെ സ്ക്രിപ്റ്റ് കൊള്ളാത്തത് കൊണ്ടും അതിൻ്റെ ഡയറക്ഷൻ ഇതും കൊള്ളാത്തതും അഭിനയിക്കുന്നതൊക്കെ പുള്ളി ഒരേ ഇതിലാണ് കൊള്ളാത്തത് കൊണ്ടാണ് അത് പോയത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ക്രിപ്റ്റ് നന്നാവുകയാണ്, ഡയറക്ഷൻ നന്നാവുകയാണ്, ബാക്കിയുള്ള അതിനകത്തുള്ള ഇവരെയൊക്കെയാണ് ആക്ച്വലി ആരാധിക്കേണ്ടത്. ഇവരുടെയൊക്കെ നല്ല സ്ക്രിപ്റ്റ്, ആക്ച്വലി സിനിമയുടെ മെയിൻ സാധനമാണ് സ്ക്രിപ്റ്റ്. ഏറ്റവും ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തി ആ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അവരൊന്നും അറിയുന്നില്ല. ആരറിയാൻ അവരോട് അങ്ങനെ? അതാണ് ഇവിടെ എല്ലാം ഉൾട്ടയാണ് നടക്കുന്നത്. ഉൾട്ടയായിട്ട് പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നേരെ ഒരാൾ പോയാൽ അയാളെ കല്ലെറിയും, കമന്റുകൾ വരും. അതാണ് സംഭവം. ബിഗ് ബോസിലുണ്ടായാൽ നമ്മളെല്ലാം ബിഗ് ബോസ് കണ്ടുപോയതാണ്. ഒരു ചോദ്യം കൂടി ചോദിക്കുന്നത്, ബിഗ് ബോസിലുണ്ടായ ഏറ്റവും വിഷമമുള്ള ഒരു അനുഭവം ഇപ്പോഴും മനസ്സിൽ ഓർത്തെടുക്കാൻ പറഞ്ഞാൽ ഏത് അനുഭവമായിരിക്കും? ബിഗ് ബോസിലുള്ള ഏറ്റവും വിഷമമായ അനുഭവം, ഞാൻ അവസാന നമ്മുടെ ഔട്ടാവുന്നതിന് 2 ദിവസം മുന്നേക്ക് സജിന ഒരു ടാസ്ക്, എനിക്കൊന്ന് അലക്ക് ടാസ്ക് എന്ന് പറഞ്ഞിട്ട്, അലക്കിൻ്റെ ഭയങ്കര ഗംഭീര, അവൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്ത ഒരു വർക്കാണ് അത്. അവിടെ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിലെന്ന് പറഞ്ഞാൽ പൊരി വെയിലാണ്. നമ്മുടെ ഈ ബിഗ് ബോസിൻ്റെ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഔട്ട്ഡോർ പോലൊരു സെറ്റും ഉണ്ട്. അതായത് നമ്മുടെ റൂമിനകത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ടോപ്പ് ഓപ്പണാണ്. ഞങ്ങളുടെ സീസണിലൊക്കെ ഓപ്പൺ ആയിരുന്നു. ഞാൻ 5ാമത്തെ സീസണിൽ പോയപ്പോൾ അത് കണ്ടില്ല, ഓപ്പൺ ആയിരുന്നില്ല. ആ സമയത്ത് ആ ടോപ്പ് ഓപ്പൺ ആണ്. അപ്പോൾ ഈ പൊരി വെയിൽ വന്ന് അവിടെ അടിക്കും. അവിടെയാണ് ഈ ടാസ്ക് നടക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ആ വെയിൽ 2-3 ദിവസം കണ്ടാവും ടാസ്ക്, ലോങ് ടാസ്ക്. അങ്ങനെ മുണ്ടൊഴുന്ന ഇവൾ ഒരുപാട് അലക്ക്. അപ്പോൾ ഈ പൊരി വെയിലത്തിരുന്ന് ഡ്രസ്സ് ഇത് അലക്കി ഇവൾ മുഖമൊക്കെ അങ്ങ് ചുമന്ന് ഇവൾ മൊത്തത്തിൽ ടയർഡായിട്ട് ഒമക്റ്റ് ചെയ്ത് അങ്ങനെ അവിടെ നമ്മുടെ കൺഫെഷൻ റൂമിൽ വിളിച്ച്, കാരണം അത്രമാത്രം അവൾ ആ വെയിൽ കൊണ്ടിട്ട് ആ വെയിലത്ത് ഒരേ ഇരിപ്പിരിക്കുകയാണ് ഈ 3 ദിവസം. അതിന് മരുന്നൊക്കെ കഴിച്ചിട്ട് ഇവൾക്ക് എന്നിട്ട് ഒമക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒമക്റ്റ് ചെയ്ത് ഇവൾ വന്ന് അപ്പോൾ ഇവിടെ നമ്മുടെ വാഷ് ബേസിനകത്ത് വന്നിട്ട് ഒമക്റ്റ് ചെയ്ത് ഞാനും മണിക്കുട്ടനും കൂടെ ആ ഒമക്റ്റ് ചെയ്ത സാധനം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, കാരണം അന്നേരം ഡെസ്പായി, ഇവളങ്ങ് ഭയങ്കരമായിട്ട് ടയർഡായ സമയത്ത്. എന്നിട്ട് ഇവളുടെ ഞാൻ പോയി കിടക്കൂ എന്ന് പറഞ്ഞിട്ട് അയച്ചിരുന്നു. ഞാൻ അവൾ പോയി കിടന്നപ്പോൾ അവിടെ ഒരു വ്യക്തി വന്നിട്ട് കണ്ടന്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബെഡിൽ നിന്നിട്ട്, അതൊരു കണ്ടന്റ് മേക്കിങ്ങിന് വേണ്ടി, അത് അവസ്ഥ മനസ്സിലാക്കാതുള്ള കണ്ടന്റ് മേക്കിംഗ് ഉണ്ടല്ലോ. അതായത് അവൾക്ക് ഛർദ്ദിച്ച് കിടക്കുന്ന അകത്ത് പോയി ട്രിപ്പ് പോകാൻ മരുന്നൊക്കെ എടുത്തിട്ട് കൊണ്ട് കിടത്തുകയാണ്. അപ്പോഴും ഇതിനകത്ത് വന്നൊരു ഗേള്, ആ പേര് ഞാൻ പറയുന്നില്ല കാരണം അവരെ അങ്ങനെ പേര് വരേണ്ട ആവശ്യമില്ല, അവരൊന്നൊരു കണ്ടന്റ് മേക്കിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ആ ബെഡിൽ നിന്ന് ഇവിടെ എഴുന്നേപ്പിച്ച് അപ്പുറത്തെ ബെഡിൽ കിടത്തണം. ഇതാണ്
അവരുടെ കണ്ടന്റ്. അപ്പോൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നതിന് ആ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ, ഞാനൊന്നും ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതിനകത്ത് ഇത്തരം ഞാനിനി എത്ര അടി ഉണ്ടാക്കി വഴക്കുണ്ടാക്കിയാലും ഞാൻ ഇങ്ങനെയുള്ള ക്രൂരതകളൊന്നും ചെയ്ത് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. മൂത്തോക്ക് ചോദിക്കും, അതിനപ്പുറം ക്രൂരതകൾ ചെയ്ത് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടില്ല. മൂത്തോക്ക് ചോദിക്കും സംഭാഷണമല്ല. അത് ഞാൻ അപ്പോഴും ഞാൻ പറയുന്നത്, ഈ വരുന്ന കണ്ടസ്റ്റൻസിന് എല്ലാം അറിയാം വഴക്കുണ്ടാവും, ഇതെല്ലാം ആയിട്ട് അവർ ഓൾറെഡി ഇന്റർവ്യൂ കഴിഞ്ഞ് വരുമ്പോഴേ ഇത് അറിഞ്ഞു വരുന്നുണ്ട്. അവർ ആ മനസ്സ്, ആ മൈൻഡ് അങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ആ രീതി സംസാരിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു അവസ്ഥ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി പറഞ്ഞു വെക്കാവുന്നതല്ല. ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു മനുഷ്യൻ. അപ്പോൾ അന്നേരവും കണ്ടന്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊരു കണ്ടസ്റ്റന്റ് ചെയ്ത അതെനിക്ക് മനസ്സിന് അങ്ങനെ അതിൽ ചെന്ന് ഇടപെട്ട് ഒരു കാര്യമുണ്ടായത് കൊണ്ടാണ്, അതിനെ ചൊല്ലിയാണ് പിന്നെ ഞങ്ങൾ ഔട്ട് ആവേണ്ടി വന്നത്. ആക്ച്വലി അതൊരു വലിയൊരു ഔട്ട് ആവേണ്ട ഒരു സംഭവം ആയിരുന്നില്ല ആക്ച്വലി, മനസ്സിലായി. പക്ഷെ അത് പോട്ടെ, അതൊന്നും നമുക്ക് അങ്ങനെ ഇല്ല, അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം. അതൊന്നും നമുക്ക് അതിനകത്തൊന്നും ഒരു പരാതിയില്ല. പക്ഷെ ആ കണ്ടസ്റ്റന്റ് വന്നിട്ട് ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ബെഡിൽ നിന്നില്ല, ഞാൻ ഈ ബെഡിലേക്ക് കിടക്കും എന്ന് പറഞ്ഞൊരു കണ്ടന്റ് മേക്ക് ചെയ്യാൻ കാണിച്ച ആ മാനസികാവസ്ഥ എനിക്കൊരു ദുഃഖമായിട്ട് തോന്നുന്നു. അദ്ദേഹത്തിനോട് വിരോധമില്ല, അദ്ദേഹത്തിന് ഇതിനെ ചൊല്ലി ഇനിയിപ്പോൾ അദ്ദേഹം വേറെ ഇന്റർവ്യൂ കൊടുത്താൽ പോലും എനിക്ക് വിഷയമല്ല. ഞാൻ പറഞ്ഞത് വിരോധമല്ല, ദുഃഖം തോന്നിയെന്നാണ്. അത് ആ ഒരു അവസ്ഥയാണ് എനിക്ക് ആകെ അതിൽ ദുഃഖം തോന്നിയിരിക്കുന്നത്. അല്ലാതെ എനിക്ക് ദുഃഖം തോന്നിയിട്ടില്ല. അവിടെ ഉള്ളവരുമായിട്ട് ഇപ്പോഴും അന്നുണ്ടായിരുന്ന സീസണിലുള്ളവർ ഇപ്പോഴും സൗഹൃദം? അതിനകത്ത് ഇപ്പോഴും സൗഹൃദം സൂക്ഷിക്കുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. അത് ഞാൻ എവിടെയും പറയാം. കാരണം അതിനുള്ളിൽ നിന്ന് പല സൗഹൃദമെന്ന് വിചാരിച്ചവരും പുറത്ത് വന്നിട്ട് ഒരു സൗഹൃദവുമില്ലാതെ മിണ്ടാതെ ഇപ്പോഴും മിണ്ടാതെ നടക്കുന്നവരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിട്ടും ഒക്കെ. അതിനകത്ത് പക്ഷേ ഭയങ്കര സൗഹൃദം കാണിക്കലായിരുന്നു അവർക്ക്. പക്ഷേ ഞാൻ അതിനകത്ത് ഇത്രയും ഒരു വഴക്കാളി മൂഡിലാണ് ആൾക്കാർ എന്നെ തെറ്റിദ്ധരിച്ചിരുന്നുവെങ്കിലും പുറത്തു വന്നിട്ട് എല്ലാവരുമായിട്ട് ഞാൻ നല്ല സൗഹൃദമാണ്. നമ്മുടെ ഈ വിഷയം അറിഞ്ഞിട്ട് പോലും കിടിലം ഫിറോസ്, ഡിംപിൾ ബാലെ ഇവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതായത് നമുക്കൊരു സാന്ത്വനമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ചേർന്ന് നിന്നിട്ടാണ് കിടിലം ഫിറോസിൻ്റെ മെസ്സേജ് ആയാലും ഡിംപിൾ ബാലിൻ്റെ മെസ്സേജ് ആയാലും. ഇപ്പോൾ ഞാൻ എറണാകുളത്താണല്ലോ, ഡിംപിൾ ബാൽ എന്നെ എന്തുമാത്രം ഞാൻ ആലോചിക്കണം, ഭാഗ്യത്തിന് ഡിംപിൾ ബാലിൻ്റെ ഒന്നും പേരെഴുതി വലിച്ചഴിക്കാൻ ഞാൻ കാര്യമായിരുന്നു. കാരണം അവരൊക്കെ എൻ്റെ വളരെ നല്ല സുഹൃത്താണ്. ഡിംപിൾ ബാൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം അവരൊക്കെ എറണാകുളത്ത് തന്നെ ജീവിച്ചതുകൊണ്ട് എറണാകുളത്തെക്കുറിച്ച് അറിയാം. അപ്പം ഞാനിവിടെ അങ്ങനെ അധികം ജീവിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നതിന് ഇന്ന അടുത്ത് പോയി എൻ്റെ ഡയറക്ടർ, ഇതൊക്കെ എനിക്ക് ഡിംപിൾ ബാൽ അത് നല്ലൊരു ഫ്രണ്ടാണ് ഡിംപിൾ ബാലൊക്കെ, മനസ്സിലായി. അപ്പോൾ ഇവരുമായിട്ടെല്ലാം ഞാൻ സൗഹൃദമുണ്ട്. ഞാനത് ഒരാളുമായിട്ടുള്ള ഇപ്പോഴും സൗഹൃദം. അത് എന്നോട് സൗഹൃദം കൂടാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. എനിക്ക് അവരോട് ഇപ്പോഴും സൗഹൃദം തന്നെയാണ്, ഇഷ്ടം തന്നെയാണ്. അത് ഭാഗ്യലക്ഷ്മി ചേച്ചിയാണ്. അവരെന്തോ തെറ്റിദ്ധാരണയിൽ അല്ലെങ്കിൽ അതവർ അതൊരു ഗെയിമാണല്ലോ, എൻഡ് ഓഫ് ദി ഡേ അതൊരു ഗെയിം ഷോ ആണ്. അതവർ അത്രത്തോളം അവർ മനസ്സിൽ പേഴ്സണലി എടുത്തത് കൊണ്ടാണ് എന്നോട് അവർക്ക് ഇപ്പോഴും അത്ര താല്പര്യമില്ലാത്തത്. പക്ഷെ എനിക്ക് വിത്ത് റെസ്പെക്റ്റ് എനിക്കിപ്പോഴും അവരെ ഇഷ്ടം തന്നെയാണ്. എനിക്ക് ഒരു ഇതുമില്ല. അത് എൻ്റെ പരാജയമായിരിക്കും അവർക്ക് എന്നെ ഇഷ്ടപ്പെടാതെ പോയത് എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ചില പരാജയങ്ങളുണ്ടാകാം, അവർക്ക് അവരുടെ പരാജയം ഉണ്ടാകാം. തീർച്ചയായും നമ്മുടെ മനസ്സിലൊന്നും, എനിക്ക് ഫിറോസിന് ഇത്ര നേരം സംസാരിച്ചതെന്ന് മനസ്സിലായ, ഫിറോസിന്റെ മനസ്സിലൊന്നുമില്ല. ഒരാളെ വൈരാഗ്യബുദ്ധിയോടുകൂടി നേരിടുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. ഈ സമയം വരെ സംസാരിച്ചപ്പോൾ ഫിറോസിനെ എനിക്ക് ഇത്രയും സമയം ഇരുന്ന് സംസാരിക്കപ്പോഴാണ് നമ്മൾ. പക്ഷെ അതില് ഒരാളെ വൈരാഗ്യത്തോടു കൂടി അവരോട് പെരുമാറുന്ന ഒരാളായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അവിടെ നമ്മളെ സമയമാണ് പോകുന്നത്, അത് മനസ്സിലാക്കണം. ഒരാളുടെ വൈരാഗ്യം കണ്ട് അയാളുടെ ആ രീതിയിൽ ഇപ്പം നമ്മളും ആ ടൈമിൽ മൈനസ് ആവുകയാണ്. നമ്മുടെ ഈ ബ്ലെസ്സിങ് മൊത്തം പോവുകയാണ്. അവിടെ നെഗറ്റീവ് എനർജി വരുവാണ്. ഇനി ദൈവം കൊണ്ട് ശൈത്താനും ഉണ്ടല്ലോ. അപ്പോൾ ആ നെഗറ്റീവ് എനർജി നമ്മളോടൊപ്പം ഇരിക്കുകയാണ് ആ സമയത്ത്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? പുതിയ പ്രോജക്റ്റ് ഇപ്പം ഒമർ ലുലുവിൻ്റെ ഒരു സിനിമ പറഞ്ഞിട്ടുണ്ട്, ബാഡ് ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ നല്ലൊരു ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് അംജിത്ത് ചെയ്യുന്ന ഒരു സിനിമയുടെ അത് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 2-3 സിനിമകൾ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എൻഡ് ഓഫ് ദി ഡേ സിനിമയാണ്. ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നും നമ്മൾ പരിപൂർണമായി കിട്ടുന്നത് വരെ വിശ്വസിക്കരുത്. അത് കയ്യിൽ കിട്ടിയാലേ കിട്ടിയെന്ന് പറയാം, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് സിനിമ റിലീസ് ആയതിനു ശേഷം. കാരണം ഇതിനകത്ത് ഞാൻ അഭിനയിച്ചാൽ പോലും പിന്നെ എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ പല ഘട്ടങ്ങളുണ്ട്. അതുകൊണ്ട് റിലീസ് എങ്കിലും ചോദിച്ചപ്പോൾ നമുക്ക് പറയണമല്ലോ, ഇങ്ങനെയുള്ള 2-3 സിനിമകളുടെ ഭാഗമായി ഇവരൊക്കെ എനിക്ക് അവസരങ്ങൾ അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇനി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനിയും നിങ്ങൾ നേരിട്ട് കാണണം, സംസാരിക്കണം, നിങ്ങളുടെ യാത്ര തുടരണം. തീർച്ചയായും നിങ്ങൾ രേഖാമൂലം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ രണ്ടുപേരും മനസ്സിൽ നിന്നും നിങ്ങൾ പറിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനസ്സിൽ നിന്നും, ആളുകളുടെ മനസ്സിൽ പറിക്കപ്പെട്ടാലും നിങ്ങളുടെ മനസ്സുകളിൽ നിന്നും
സജനയുടെ മനസ്സിലും ഫിറോസും, ഫിറോസിന്റെ മനസ്സിലും സജനയും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. പിന്നെ രണ്ടുപേരും രണ്ട് ലൈഫാണ്, രണ്ട് ജീവിതമാണ്. എത്ര നാള് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സജനയുടെ ജീവിതത്തിൽ ഒരാൾ വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇടപെടൽ നടക്കില്ല. ഒരിക്കലും ഫിറോസിന്റെ ജീവിതത്തിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ സജനയ്ക്ക് ഇടപെടാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അതിന് യാതൊരു മാറ്റവും അത്രേ ഉള്ളൂ. അവിടെ എല്ലാം നമുക്ക് ചോദ്യചിഹ്നമായി ഇരിക്കുന്നത് നമ്മുടെ മക്കൾ മാത്രമാണ്. അതാണ് അതിന്റെ ഇതിൽ ഏറ്റവും ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത് അവരായിരിക്കും എന്നുള്ളതാണ് എൻ്റെ റിയാലിറ്റി. നമ്മൾ എടുത്ത തീരുമാനം ശരിയാണെന്നുള്ളത് 100% എഗ്രി ചെയ്യുന്നു. കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്തായാലും ദുഃഖിക്കപ്പെടും, പക്ഷെ അതിലും വലിയ ദുഃഖം നാളെ അനുഭവിക്കാതിരിക്കാനും കൂടിയായിരിക്കാം ഈ ഒരു നിങ്ങൾക്കും മറ്റുള്ളവർക്കും. അതെ, തീർച്ചയായും ഞങ്ങൾക്കും മറ്റുള്ളവർക്കും അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. എല്ലാം നല്ലതിനു വേണ്ടി നല്ലതായി ഭവിക്കട്ടെ എന്നാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ചു. തീർച്ചയായും ശരിക്കും ഇത്രയും സമയം സംസാരിച്ചത് ഞാൻ അറിഞ്ഞില്ല. കാരണം ചോദ്യമായാലും അല്ലെങ്കിൽ വളരെ കാമ്പും കഴമ്പുമായിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് വിശ്വസിക്കുന്നത്. കാരണം അതൊരു ലാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എത്ര സമയം നിന്നെ നോക്കിയാലേ എനിക്ക് അറിയാൻ പറ്റും. അതെ അതെ. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഫിറോസിന് ഫിറോസിന്റെ വഴി, സജനയ്ക്ക് സജനയുടെ വഴി, അവിടെ ഒന്നും ആരും ഇവരുടെ ജീവിതത്തിലേക്ക് ഇടപെടാതിരിക്കുക. സജനയായിട്ട് ജീവിക്കാനും ഫിറോസായിട്ട് ജീവിക്കാനും കഴിയട്ടെ. എനിക്കും അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇതിൽ വേദനിപ്പിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കമൻറ്റ് എഴുതി നിങ്ങൾ വേദനിപ്പിച്ചായിരുന്നു, എനിക്കൊരു വിഷയമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സജനയും ഞാനോട്ട് പിരിഞ്ഞെങ്കിലും അവൾ എൻ്റെ കുഞ്ഞിൻ്റെ ഉമ്മയാണ്. അവരെ മാക്സിമം നിങ്ങൾ ഈ മെസ്സേജ് കൊണ്ട്, കാരണം എല്ലാവരും ഇപ്പം നമ്മളെ കണക്കൊന്നും ബോൾഡ് ആവണമെന്നില്ല. ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന കൊടുത്തിട്ട് ഈ മെസ്സേജുകൾ കൊണ്ടുള്ള ആക്രമണങ്ങൾ നിർത്തുക. ഇത് ഞാൻ വായിച്ചില്ല, അവരെ ചിലപ്പോൾ വായിക്കുന്നുണ്ടാവും അവരുടെ മെസ്സേജസ്. നിങ്ങൾക്ക് അഥവാ മെസ്സേജ് എടുക്കുക, അത്ര വലിയ കഴപ്പാട്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ആ വാക്കന്നോട് ഉപയോഗിക്കണം. എൻ്റെ ഇതിൽ വന്നിട്ട് നല്ല മെസ്സേജ് ചെയ്തു, ധൈര്യമായിട്ട് ചെയ്തു. പറയാതിരിക്കാൻ പറ്റില്ല. അല്ല, ആ വാക്കാണ് ആ മെസ്സേജ് ഓളികൾക്ക് പറയാനുള്ളത്, കൊടുക്കാനുള്ളത്. അത്ര ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാ പറഞ്ഞത്. തീർച്ചയായിട്ടും ഉള്ളിൽ നിന്നുള്ള വേടാണ്. ഇത്ര നാളും ഒരു പട്ടത്തിന്റെ തുമ്പ് ഫിറോസിന്റെ കയ്യിലായിരുന്നു. സജന എന്ന പട്ടം വാടി പറഞ്ഞപ്പോൾ ആ തുമ്പ് ഇപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിച്ച് തന്നെ ഫിറോസ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഈ പറഞ്ഞതുപോലെ പെൺകുട്ടികളാണ്, പെൺകുട്ടികളെ വേദനിപ്പിക്കാതിരിക്കുക. എന്നും വേദന ഉൾക്കൊള്ളുന്ന ആൺകുട്ടികൾക്കാണ്, ആൺകുട്ടികളെയും വേദനിപ്പിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അതും കൂടെ പറഞ്ഞല്ലോ. അത് ആരും ചെവിക്കൊള്ളില്ല. ഇപ്പൊ ഇതിന് തന്നെ കുറെ കമന്റ് പറയാൻ പോണ ഇമാര് രണ്ടും കൂടെ ആണ് മേടിച്ചു കേട്ടാ പറയും. ഇതൊക്കെ അവിടെ ഇപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരുവിധ കമന്റ് വന്നാലും അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റഡ് എനിക്ക് വന്നാലും ഞാൻ ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ ഈ ഗേൾസ് ഇതൊക്കെ ശ്രദ്ധിക്കും. ഗേൾസ് ഇതൊക്കെ എന്തായാലും വീട്ടിലിരിക്കുന്നവരെ വിളിക്കുക ശ്രദ്ധിക്കും. അവർക്ക് കഴിവ് നിങ്ങൾ ഗേൾസിന്റെ അടുത്ത് നിന്നിട്ട് പറയുന്നു. മനസ്സാക്ഷി ഇല്ലെന്നറിയാം, അങ്ങനെയുള്ള എഴുതാൻ പറ്റത്തുള്ളൂ. എങ്കിലും ആ സമയത്ത് എന്തായാലും പെറ്റൊരു തള്ള കാണുമല്ലേ, അതിനെ മാത്രം ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. ഇതിനുള്ള ഒരു മറുപടിയും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഒത്തിരി സന്തോഷം. തിരിച്ചു ഒരുപാട് സന്തോഷം. ഇനിയും ഒത്തിരി വിവരങ്ങളിലേക്ക് പോകണം. തിരിച്ചും രണ്ടുപേരും നല്ല രീതിക്ക് യാത്ര തുടരണം. രണ്ട് വഴിയാണെങ്കിൽ രണ്ട് യാത്രയും നല്ല രീതിക്ക് പോട്ടെ. രണ്ടുപേരുടെയും യാത്രയിൽ ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോട്ടെ. യൂട്യൂബ് ചാനൽ വല്ലതും തുടങ്ങുന്നുണ്ടോ? യൂട്യൂബ് ചാനൽ ഉണ്ട്. അത് പോരാ, ശക്തമാവും. ആക്റ്റീവ് അല്ല. അത് ഞാൻ കുറച്ച് കാലമായിട്ട് ഇപ്പം കൂടുതൽ സജിനെ ഞാനുമായിട്ടായിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഇനിയിപ്പോ സജന വേറെയായി. ഇനിയിപ്പോ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഞങ്ങളുടെ ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് 5-6 മാസമായിട്ട് യൂട്യൂബ് ചാനലില്ല. ഇനി അതൊന്നും കൂടെ ഒന്ന് പൊടി തട്ടി എടുക്കണം. മില്യൺ വ്യൂവർഷിപ്പ് ഉള്ള പ്രോഗ്രാം അതിലുണ്ടായിരുന്നു. 100K രണ്ടുപേർക്ക് അവകാശപ്പെട്ടത് ആ പ്രോഗ്രാംസ്. അതെ തീർച്ചയായും അതാണ് തീർച്ചയായും. പിന്നെ 100K മേളിൽ സബ്സ്ക്രൈബർ ഒക്കെ ഉള്ള ഒരു ചാനലാണ് DFK. പേര് മാറ്റുമോ? ഇല്ല, DFK എന്ന് തന്നെ ആയിരുന്നു അന്നേ പേര്. പേര് മാറ്റുന്നില്ല. ഇല്ല പേര് മാറ്റത്തില്ല. പുതിയ പേരിലാണ് തുടങ്ങിയത്. ഡേഞ്ചറസ് ബോയ്സിന്റെ ബിഗ് ബോസിന്റെ സമയത്ത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് അല്ലെ ഫാൻസ് അവര് ഇട്ട പേരാണ് DFK എന്നുള്ളത്. എനിക്കിട്ട പേരായിരുന്നു ഡേഞ്ചറസ് ഫിറോസ് ഖാൻ. ആ പേര് അന്ന് ഞാൻ DFK എന്ന് ചാനൽ ഇട്ടു. അതിന് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. തൽക്കാലം മാറ്റാനുള്ള ഉദ്ദേശമില്ല. അതൊന്നും കൂടെ ഒന്ന് ഇതാക്കണം. അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് അതിലുണ്ടാവണം. തീർച്ചയായിട്ടും എല്ലാത്തിനും കൂടെ ഉണ്ടാവും. ഇനിയും ഞാൻ പറയുന്നു, കഴിയുമെങ്കിൽ നിങ്ങൾ ഒന്നിച്ചു പോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന മനസ്സ് തുറന്ന്. പിന്നെ സാഹചര്യമാണ് ഇതിനെല്ലാം. സാഹചര്യം നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഇതാണ് നിങ്ങളുടെ ലൈഫ് ഏറ്റവും നല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ പോട്ടെ. മാറി നിന്നുള്ള ലൈഫാണ് ഏറ്റവും നല്ലെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ എന്നാണ് കേട്ടോ. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരുമിച്ച് പോകാൻ തന്നെയാണ്. ഒരേ കമന്റിലും വരുന്നത് നിങ്ങൾ ഒരുമിക്കും. അതെ ഈ ആ കമന്റുകൾ എഴുതുന്നവർ അത്രയും ക്വാളിറ്റി ഉള്ള കുറച്ച് ആൾക്കാരും യഥാർത്ഥത്തിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമാണ്. അതുകൊണ്ടാണ് ആ കമന്റ് അവർ എഴുതുന്നത്. അവർക്ക് ഇന്ന് വേറെ വിഷയങ്ങളോ അല്ലെങ്കിൽ ഇവർ ഇനി ഒന്നിച്ച് പോയാൽ ഈ ഒരു സൗന്ദര്യത്തോടെ കാണാൻ പറ്റുമോ എന്നൊന്നും അവർക്ക് അറിയില്ല. അവർ വളരെ നല്ല ഇതായിട്ട് അങ്ങനെയുള്ള ആ കമന്റ് ഞാൻ കണ്ടിരുന്നു.
നല്ല ആൾക്കാർ, അവർക്ക് ഈ പറയുന്ന അവർക്ക് ഒരുപാട് അവരുടെ ആ വേർഡ്സിന്, അവരുടെ മനസ്സിൽ നിന്ന് ആ വാക്കുകൾക്ക് ഒരുപാട് റെസ്പെക്റ്റോടുകൂടി തന്നെ പറയാം, നമ്മൾ എടുത്തത് വളരെ നല്ലൊരു തീരുമാനമാണ്. കാരണം അങ്ങനെ എന്താണ്, നിങ്ങൾക്ക് ആ സ്നേഹം തരാനുള്ള മനസ്സ് ഇനിയും തുടർന്ന് ഉണ്ടാവണമെങ്കിൽ ഞങ്ങൾക്ക് ഈ തീരുമാനം അവിടെ എടുക്കേണ്ടത് അനിവാര്യമായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയും തീർച്ചയായും നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉപരി ഞങ്ങളുടെ പ്രൊഫഷനിലും ഒക്കെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സീറ്റിൽ ഇവിടെ വന്നിരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനിയും തിരിച്ചും ആ സപ്പോർട്ട് ഉണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണം. തീർച്ചയായിട്ടും ആ പറയുന്ന ഒരു വാക്കാണ് അപ്പോഴും പറയുന്ന ഫ്രസ് ഞങ്ങളുടെ എന്നാണ് പറഞ്ഞത്. ഏകവചനമായിട്ട് പറഞ്ഞിട്ടില്ല, ബഹുവചനമായിട്ട് തന്നെ പറഞ്ഞു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ സപ്പോർട്ട് വേണമെന്ന് ഫിറോസ് പറയുമ്പോൾ അത് രണ്ടുപേർക്കും കൂടി തന്നെയാണ് ഫിറോസ് പറഞ്ഞത്. ഒത്തിരി സന്തോഷം. തീർച്ചയായും താങ്ക് യു ഡിയർ.